വർക്കിൻ്റെ അപ്ഡേഷൻസും അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സിസ്റ്റം? നല്ലത്, വളരെ നല്ല. കാരണം ഓരോ സ്പെയർ പാർട്സ് മേടിക്കുന്നതും ഈ ഓരോ റിക്വയർമെന്റ്സ് ഏതൊക്കെ സമയത്ത് ഹണ്ടിങ് എല്ലാം ഞാൻ തീർച്ചയായിട്ടും കോയമ്പത്തൂർ പോയി സ്പെയർ ഹണ്ടിങ് അവിടെ വരെ പോയി. അപ്പോൾ ഇതിന്റെ പാർട്സിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് സിംഗിൾ പ്ലഗ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ഇവൻ്റെ മാഗ്നറ്റോ കോയിൽ ഉൾപ്പെടെ എല്ലാം DTSIയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അത്യാവശ്യം നമ്മൾക്ക് ഒരു 90% ആ ഒരു ഒറിജിനൽ കണ്ടീഷനിൽ കൊണ്ടുവരാൻ പറ്റി. കുറേ പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് കാരണം കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. എന്നാലും നമുക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിശാന്ത് ഭായിനോട്, കുറച്ച് കയറുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതും കൂടിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും വർക്ക് ചെയ്ത് കൊടുത്തത് നമ്മളിതിൻ്റെ ചെയ്തേക്കുന്നത് ഫുൾ ബോഡി കളർ ചെയ്തു. അതേപോലെ ഈവൻ നെറ്റ് ആൻഡ് ബോൾട്ടുകളെല്ലാം ഗാൽവനൈസ് ചെയ്തു. മുഹമ്മദ് ഒന്ന് ഇവിടെ കാണിച്ചു കൊടുത്തേ. അല്ല, ഈ എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്തു. അതേപോലെ സ്പോക്സ്, റിമ്മ്, നമ്പർ പ്ലേറ്റ്. നമുക്കിനി നെക്സ്റ്റ് ഡേ ഇതിൻ്റെ റീടെസ്റ്റ് വരുവാണ്. അപ്പോൾ ഇതിലൊരു ചെയിൻ കവർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ചെയിൻ കവർ ഫസ്റ്റ് മോഡലായതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ വെരി ഹാപ്പി ഞാൻ നമ്മുടെ നിശാന്ത് ബ്രോന് കൊടുക്കുവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി മോട്ടറിങ്. താങ്ക്സ് ഫോർ ഇതിന് ഒരു ഹസ്തദാനം പോലെ തീർച്ചയായിട്ടും അപ്പുറത്തേക്കാണ്. അത്രയ്ക്ക് സന്തോഷം. അതെ അല്ലേ. അപ്പോൾ നിശാന്ത് ഭായിയുടെ മോനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മോനിപ്പോൾ അടുത്ത വർഷം തൊട്ട് എത്ര വർഷം വയസ്സായി? 17 വയസ്സാണ്. നെക്സ്റ്റ് ഇയർ ഒക്കെ ഓടിക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വേറെ വണ്ടികളൊക്കെ ഉണ്ട്. ഈ വണ്ടിയോടുള്ള ആ ഒരു ഇഷ്ടം കാരണം റീബിൽഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ കൊണ്ടും പറ്റാവുന്നതിൽ, അതായത് ടീം ഓവർ ഡ്രൈവ് നമ്മുടെ എല്ലാവരും ഇതിൽ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി അതൊക്കെ നോക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. (2003) പുതിയ വണ്ടി എടുത്തതാണ്. അതായത് ഹൃദയത്തോട് അത്രയും ചേർത്ത് വെച്ചിരുന്ന വണ്ടി. അച്ഛൻ്റെയൊക്കെ കൂടെ അന്ന് പോയി എടുത്ത് കോളേജ് കാലഘട്ടമൊക്കെ ഈ വണ്ടിയായിട്ടാണ് നടന്നിരുന്നത്. പിന്നീട് നമ്മുടെ പല ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റേജിലും കൂടെ ഉണ്ടായിരുന്നൊരു വണ്ടി പിൽക്കാലത്ത് വളരെ ഒരു ശോചനീയമായ അവസ്ഥയിലേക്ക് പോയി. 1-2 തവണ പല കൈമാറി. പക്ഷേ അത് ഒരു 10-12 വർഷമായിട്ട് ഏതാണ്ട് ഡെഡായ മട്ടിൽ കിടന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാനത് ഇവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുവന്ന് ഗിരീഷിനെ ഞാൻ ഏൽപ്പിച്ചു. ഗിരീഷിൻ്റെ കൈകളിൽ അത് വളരെ വിദഗ്ധമായി അത് ഈ ഒരു പുതിയ ജീവനിൽ ഈ ഒരു രീതിയിലേക്ക് എത്തിയേക്കുവാണ്. വളരെ സന്തോഷം. ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷം ഞാൻ ഗിരീഷുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. അതായത് അത്രയ്ക്ക് ആത്മബന്ധമുള്ള വണ്ടി അതിൻ്റെ ഈ ഒരു പുനരുജ്ജീവിപ്പിച്ച് പുതിയ ജീവൻ നൽകിയതിന് 100,000 നന്ദി.